ഹലോ, ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ തേങ്ങയില്ലാത്ത ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ. അപ്പോൾ നമുക്ക് അടുപ്പിലോട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ചെറുതായി ഒരു ബ്രൗൺ കളർ വരുന്നവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ബൗളിൽ കുറച്ച് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായി കഴുകിയെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി നമുക്ക് നേരത്തെ വഴറ്റി വെച്ച ചെറിയുള്ളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായ മുളക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കത് നന്നായി അരച്ചെടുക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു 3-4 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞിട്ട് അത് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ചെറിയുള്ളി ഒന്ന് വാടി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതൊരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മുടെ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വെള്ളം ചേർക്കുന്നതായിരിക്കും നല്ലത്, കാരണം ഇത് തിളച്ച് വരുന്ന സമയത്ത് കുറുകി നല്ല കട്ടയായിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ലോണം വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ കുറച്ചായിരുന്നു വെള്ളം ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കട്ടയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മുടെ തേങ്ങ ചേർക്കാത്ത ചട്നി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.